മിൻറ്റ് ലൈം ജ്യൂസ് തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ളോഗ്. പുതിനയില, നാരങ്ങ, ഇഞ്ചി എല്ലാം വെച്ചിട്ട് നമുക്കൊരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു പിടി പുതിനയിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റോട് കൂടിയിട്ടും തയ്യാറാക്കാൻ പറ്റിയൊരു ജ്യൂസാണിത്. ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. എന്നതിന് കുരുകളൊക്കെ കളഞ്ഞിട്ട് അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഇഞ്ചി ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ള പുതിനയിലയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതും കൂടെ നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അരഞ്ഞ് കിട്ടില്ല. എന്ത് സാധനം നമ്മൾ അരക്കുകയാണെങ്കിലും ആദ്യം വെള്ളം കുറച്ചിട്ട് അരച്ചെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്കാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങ വെള്ളമല്ല നമ്മൾ തയ്യാറാക്കുന്നത്, അപ്പം മധുരമില്ലാതെ നമുക്കിത് കഴിക്കാൻ പറ്റില്ലല്ലോ. ആവശ്യത്തിനുള്ള മധുരം മാത്രം ചേർത്തിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. മധുരം ആവശ്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ ലേശം ഉപ്പ് ചേർത്തിട്ട് ഇതേപോലെ അടിച്ചെടുക്കാവുന്നതാണ്. വേനൽക്കാലം നോമ്പും ആയതിനാൽ ഓരോ ദിവസം ഓരോ തരത്തിലുള്ള ഡ്രിങ്കല്ലേ നമ്മൾ തയ്യാറാക്കുന്നത്. നാരങ്ങ വെള്ളം നമ്മളെല്ലാവരും എല്ലാ ദിവസവും തയ്യാറാക്കുന്നതല്ലേ. അപ്പോൾ മിൻറ്റ് ലെമൺ ജ്യൂസാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. പുതിനയിലിട്ട് ജ്യൂസ് തയ്യാറാക്കിയ ദഹന പ്രശ്നത്തിന് വളരെ നല്ലതാണ്. അറിയാത്തവർ എന്തായാലും ചെയ്ത് നോക്കണം. പുതിനയില അടിച്ചെടുക്കൽ കഴിഞ്ഞു. ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. വേനൽക്കാലം ആയതുകൊണ്ട് ഒരു 11 മണിക്കൊക്കെ ഇതേപോലെ നമുക്ക് ജ്യൂസ് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. ഇപ്പോൾ നോമ്പ് സമയമല്ലേ, അപ്പോൾ വൈകുന്നേരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കിയത്. ഞായറാഴ്ച അല്ല, അപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ട്. സാധാരണ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് 2 പേര് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇനി ഈ ജ്യൂസ് തയ്യാറാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ടിരുന്നു, അത് ഇട്ട് കൊടുത്തു. അതേപോലെ കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ മിൻറ്റ് ലെമൺ ജ്യൂസ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.